നമസ്കാരം. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ അറിവില്ലാതെ റീജിയണൽ ക്യാൻസർ സെന്റർ ഡയറക്ടർ ഡോക്ടർ രേഖ എ നായർ പുതിയ കാത്ത് ലാബ് സൗകര്യം ഉദ്ഘാടനം ചെയ്ത സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് ഉത്തരവിട്ട വാർത്ത ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തതാണ്. മന്ത്രിയെ അറിയിക്കാതെ അഥവാ മന്ത്രിയെ ക്ഷണിക്കാതെ ഉദ്ഘാടനം ചെയ്തതിൽ ദേഷ്യം പൂണ്ട മന്ത്രി കൊച്ചമ്മ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെയുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. അതിവേഗം അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കൽപ്പന. വ്യാഴാഴ്ച നടന്ന സംഭവം RCCയിൽ നാടകീയമായ രംഗങ്ങൾക്കാണ് തുടക്കമിട്ടത്. പരിപാടി മാറ്റിവെക്കാൻ മന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടും ഡോക്ടർ രേഖ രാവിലെ 10:30 തന്നെ ഉദ്ഘാടനം നടത്താൻ നിശ്ചയിച്ചിരുന്ന സമയത്തിന് പകരം രാവിലെ 9:30 ഉദ്ഘാടനം ചെയ്തു എന്നായിരുന്നു പരാതി. ഡയറക്ടറുമായി അഭിപ്രായ വ്യത്യാസമുള്ള ഇടതുപക്ഷ ജീവനക്കാരുടെ യൂണിയൻ അവരുടെ പേരുള്ള ഉദ്ഘാടന ഫലകം നീക്കം ചെയ്തു. വിരമിക്കുന്നതിന് മുൻപ് തന്റെ പേര് പതിച്ച സ്ലാബ് പതിക്കാൻ ഡോക്ടർ രേഖയ്ക്ക് താല്പര്യമുണ്ട് എന്നും മന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ തടയാൻ അവർ പരിപാടി 1 മണിക്കൂർ വേഗത്തിലാക്കിയെന്നും യൂണിയൻ അംഗങ്ങൾ ആരോപിച്ചു. പിന്നീട് ഉദ്ഘാടനത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നും ഇത്തരം അനൗപചാരിക ഉദ്ഘാടനങ്ങൾ നടത്തുന്നത് അസാധാരണമാണ് എന്നും മന്ത്രി പറഞ്ഞു. രോഗികളുടെ പ്രയോജനത്തിനായി ഈ സൗകര്യം തുറന്നതായി ഡയറക്ടർ പറഞ്ഞു. 12 കോടി രൂപ ചിലവിൽ ലാബ് സ്ഥാപിക്കാൻ ഡയറക്ടർ മുൻകൈയെടുത്തു. ഡോക്ടർ രേഖയ്ക്ക് പകരം പുതിയ ഡയറക്ടറെ കണ്ടെത്താൻ ഒരു സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച സമയത്താണ് വിവാദം ഉടലെടുത്തത്. എന്നാൽ തന്നെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാത്തതിൽ കോപം പൂണ്ട് അതിവേഗ അന്വേഷണത്തിന് ഉത്തരവിട്ട മന്ത്രിയമ്മ പക്ഷേ കാണേണ്ട പല ഗൗരവമുള്ള വിഷയങ്ങളിലും അന്ധത നടിക്കുകയാണ്. ആരോഗ്യമേഖലയിൽ രോഗികൾ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ ദൈനംദിനം അധികരിച്ചു വരികയാണ്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് തള്ളിമറിക്കുമ്പോഴും യാതൊരുവിധ സുരക്ഷിതത്വവും ജനങ്ങൾക്ക് ഉറപ്പു കൊടുക്കാൻ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ വീണ ജോർജിന് കഴിയുന്നില്ല. കോഴിക്കോട് ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതും ശസ്ത്രക്രിയയുടെ മയക്കം പോലും മാറാൻ മുന്നേ രോഗിക്ക് ലൈംഗികാതിക്രമം നേരിട്ടതുമെല്ലാം ആരോഗ്യരംഗത്തിന്റെ തീർത്താൽ തീരാത്ത കറയായി അവശേഷിക്കും. ഇതിനിടെ ആരോഗ്യ കേരളത്തിന് അപമാനമായി വീണ്ടും ഒരു ആശുപത്രി പീഡനത്തിന്റെ വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവനക്കാരനെ രക്ഷിക്കാൻ ആരും ശ്രമിച്ചില്ല എന്നത് മാത്രമാണ് ഇവിടെ ആശ്വാസം. എന്നാൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ രോഗികൾ സുരക്ഷിതരോ എന്ന ചോദ്യം ഉയർത്തുന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സംഭവം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിൽ കിടന്ന യുവതിയോട് ജീവനക്കാരന്റെ അതിക്രമമുണ്ടായത് അപ്രതീക്ഷിതമായാണ്. സംഭവത്തിൽ ഓർത്തോപീഡിക്സ് വിഭാഗം ജീവനക്കാരൻ ദിൽകുമാറിനെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്തു. യുവതിയെ ഇയാൾ കടന്നു പിടിച്ചുവെന്നാണ് പരാതി. ദിൽകുമാറിനെ ആശുപത്രി സൂപ്രണ്ട് BS സുനിൽകുമാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വെള്ളിയാഴ്ച രാത്രി 7:30 സംഭവം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ നിയന്ത്രിക്കുന്നത് DR ഫാൻസാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു. ഈ സംഘത്തിലെ പ്രധാനിയാണ് ദിൽകുമാർ. എന്നാൽ ആശുപത്രി സൂപ്രണ്ടിന്റെ അതിശക്തമായ നിലപാട് കാരണം DR കൂട്ടായ്മയ്ക്കും ഇയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മെഡിക്കൽ കോളേജ് പോലീസും സമ്മർദ്ദത്തിന് വഴങ്ങിയതുമില്ല. കഴിഞ്ഞ ദിവസമാണ് ഇടുപ്പിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് ICUവിലേക്ക് മാറ്റിയ യുവതിയോട് അറ്റൻഡറായി ജോലി ചെയ്തിരുന്ന ദിൽകുമാർ മോശമായി പെരുമാറിയത്. മൂത്രം നിറഞ്ഞ യൂറിൻ ബാഗ് മാറ്റുന്നതിനിടയിലാണ് ഇയാൾ യുവതിയെ കടന്നു പിടിച്ചത്. ആശുപത്രി അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി. തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് പോലീസിനെ വിവരമറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പ്രതിയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തത്. ICU ജീവനക്കാരനായ ഇയാൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുന്നതിന് മുൻപായിരുന്നു അതിക്രമം. ചെറിയ മയക്കത്തിലായിരുന്നു യുവതി. ICUവിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രി ബന്ധുക്കൾ കാണാനെത്തിയപ്പോഴാണ് യുവതി കരഞ്ഞുകൊണ്ട് സംഭവം വിശദീകരിച്ചത്. ബന്ധുക്കൾ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെ സൂപ്രണ്ട് അതിവേഗം ഇടപെട്ടു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരെ കാര്യങ്ങൾ അറിയിച്ചു. എന്നാൽ നടപടികൾ അതീവ രഹസ്യമാക്കാനും ശ്രദ്ധിച്ചു. ദിൽകുമാർ കുറ്റക്കാരനാണ് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് RMO സൂപ്രണ്ടിന് നൽകി. ദിൽകുമാറിനെ സൂപ്രണ്ടിന്റെ നിർദ്ദേശപ്രകാരം വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദിൽകുമാറിനെ ഒളിവിൽ പോകാൻ പോലും സൂപ്രണ്ട് സമയം നൽകിയില്ല.
കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാന സംഭവത്തിൽ ജീവനക്കാരനെ സംരക്ഷിക്കാൻ നടത്തിയ നീക്കം വിവാദമാകുകയുണ്ടായി. ഇതുകൊണ്ടാണ് തിരുവനന്തപുരത്തെ സൂപ്രണ്ട് കരുതലോടുകൂടി പ്രവർത്തിച്ചത്. ആശുപത്രിയിലെ ഗ്രേഡ് 2 ജീവനക്കാരൻ ദിൽകുമാറിനെ ആദ്യം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ഇയാൾ രോഗിയോട് അപമര്യാദയായി പെരുമാറി എന്ന് റിപ്പോർട്ട് ലഭിച്ചതിൽ പ്രകാരമായിരുന്നു ആദ്യത്തെ നടപടി. നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട മേലധികാരികളെ അറിയിച്ചിട്ടുണ്ട് എന്നും സൂപ്രണ്ട് പറഞ്ഞു. RMIയുടെ റിപ്പോർട്ട് ലഭിക്കുന്നതോടെ പോലീസിലും പരാതി നൽകി. അതുവരെ ജീവനക്കാരൻ ഒളിവിൽ പോകാതിരിക്കാനും ശ്രദ്ധിച്ചു. ഇതാണ് റിമാൻഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. സാക്ഷരതയിലേറെ സമ്പന്നമായ കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലും ഇതെല്ലാം നടക്കുന്നുവെന്നത് ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ്. ആരോഗ്യമന്ത്രിയുടെ ശക്തമായ ഇടപെടൽ ആവശ്യമായ സാഹചര്യമാണ് ഇത്.